വലിയ മുഴക്കുള്ള അക്ഷരങ്ങൾ. ജ എന്ന് പറയുമ്പോൾ മുഴക്കുണ്ടാവും, ഹോ എന്ന് പറയുമ്പോഴോ. അപ്പം മുഴക്കുള്ള അക്ഷരങ്ങൾക്ക് റാങ്കിങ്ങുകളുണ്ട്. ആ അക്ഷരങ്ങളുടെ ഹറക്കത്ത് നോക്കിയിട്ടാണ് റാങ്കിങ് എന്ന് പറഞ്ഞാൽ മുഴക്കം എത്ര കൊടുക്കണം, എത്ര കൊടുക്കണ്ട. എന്തായാലും മുഴക്കം വേണം, പക്ഷെ അതിൻ്റെ അളവ് ഒന്നിപ്പോൾ 100 ആണെങ്കിൽ മറ്റത് 90, പിന്നെ 80, പിന്നെ 70, പിന്നെ 60, പിന്നെ 50. മുഴക്കുണ്ട്, അതുകൊണ്ടാണ് 100 ഇങ്ങോട്ട് തുടങ്ങിയത്. എല്ലാത്തിനും മുഴക്കുണ്ട്. അത് ഞാൻ നേരത്തെ ഓതിയ ബൈത്തിൻ്റെ ബാക്കിയാണ്. ഫൽ അവ്വലു, ആദ്യത്തത്, മഫ്തൂഹത്തുൻ വ ബഅദഹു അലിഫ്, ഫത്ഹുള്ള അക്ഷരം ശേഷം അലിഫും. ഉദാഹരണത്തിന് നമുക്ക് വസ്സാബിരീന, സ്വാദ് ഫത്ഹ് ശേഷം അലി. അപ്പോൾ ഏത് റാങ്കിങ്ങിലാണ് വിടുക? 100 വിടുക. രണ്ടാമത്തത് വബഅദഹുൽ മഫ്തൂഹു മിൻ ദൂനി അലിഫ്, അലിഫ് ഇല്ല, ഫത്ഹ് ഒറ്റക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലഖദയിൽ വിടും, ആ ഖാഫിൻ്റെ ദറജയിൽ വിടും, സെക്കൻഡിൽ വിടും. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് മദ്മൂമുഹ, പിന്നെ സാക്കീനുഹ, ഫമാ കുസിർ. ഇവിടെ ഫമാ കുസിറാണ് ചർച്ച ചെയ്യുന്നത്. കസ്റായ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾക്ക് വളരെ മുഴക്കം താരതമ്യേന കുറവായിരിക്കും. ഇപ്പോൾ അല സിറാ, പിന്നെ ത്വാഇന് കസ്റാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. വഅല സിറാത്തിൻ മുസ്തഖീം എന്ന് ഓതിക്കളും. അപ്പോൾ ഖാഫിനും കസ്റാണ്, ഇസ്തിഇലാഇൻ്റെ ദറജയിൽ ഏറ്റവും ലോ ലെവലാണ്. അപ്പോൾ നോക്ക്, അല സിറാത്തിൻ മുസ്തഖീം പറഞ്ഞാൽ മനസ്സിലായോ? അവിടെ ഫാത്തിഹയിലുല്ലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഓതിയ ശരിയാവോ? മുസ്തഖീം എന്ന് ഓതണം. അതെന്തുകൊണ്ടാണ്? ഇസ്തിഇലാഇൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് കസ്റ് എന്ന് പറയുന്നത്.